2022 ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കവേ രാഹുൽ ഗാന്ധി നടത്തിയ ചില പരാമർശങ്ങൾ അപകീർത്തികരമാണ്, സൈന്യത്തിന് അപകീർത്തികരമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു മാനനഷ്ട കേസ് ലക്നൗ കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നു. ഈ കേസിൽ ലക്നൗ കോടതി നേരത്തെ രാഹുൽ ഗാന്ധിക്ക് സമൻസ് അയച്ചിരുന്നു. ആ സമൻസ് അലഹബാദ് ഹൈക്കോടതി ശരിവയ്ക്കുകയും ചെയ്തിരുന്നു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. ആ ഹർജി പരിഗണിക്കവെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ നിശ്ചിതമായ വിമർശനം സുപ്രീം കോടതിയിൽ ജസ്റ്റിസുമാരായ ദിബാങ്കർ ദത്തയും അഗസ്റ്റിൻ ജോർജ് മസീഹും അടങ്ങുന്ന ബെഞ്ച് നടത്തിയത്. ഈ രാഹുൽ ഗാന്ധി പറഞ്ഞു അല്ലെങ്കിൽ അപകീർത്തികരമാണ് എന്ന് പറയപ്പെടുന്ന ആരോപണം ഇതാണ്. ഈ ഇന്ത്യയുടെ ഏതാണ്ട് 2000-ഓളം ചതുരശ്ര കിലോമീറ്റർ ഭൂമി ചൈനയ്ക്ക് അടിയറ വച്ചിരിക്കുകയാണ്. അരുണാചൽ പ്രദേശിൽ ഇന്ത്യൻ സൈനികരെ ചൈനീസ് സൈനികർ മർദ്ദിക്കുന്നു എന്നീ ആരോപണങ്ങളായിരുന്നു രാഹുൽ ഗാന്ധി ഈ ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കവേ ഉന്നയിച്ചിരുന്നത്. ഇത് സൈന്യത്തിന് അപകീർത്തികരമാക്കുന്ന കാര്യമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് BROയുടെ അതായത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ മുൻ ഡയറക്ടർ ഉദയ്കുമാർ ശ്രീവാസ്തവയാണ് ലക്നൗ കോടതിയെ സമീപിച്ചിരുന്നത്. ആ കേസിലാണ് രാഹുൽ ഗാന്ധിക്ക് സമൻസ് അയച്ചിരുന്നത്. ഇന്ന് സുപ്രീം കോടതി ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇവയാണ്. രാഹുൽ ഗാന്ധിക്ക് എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയത്? 2000 ചതുരശ്ര കിലോമീറ്റർ ഭൂമി ചൈനയ്ക്ക് അടിയറ വെച്ചു എന്ന വിവരം എവിടെ നിന്നാണ് കിട്ടിയത്? അദ്ദേഹം ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു, അതല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ പക്കൽ ഏതാണ് ഈ വിശ്വാസയോഗ്യമായ തെളിവുകൾ ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു കോടതി ചോദിച്ചത്. തുടർന്നാണ് ഒരു യഥാർത്ഥ ഇന്ത്യക്കാരൻ ഇത്തരം ആരോപണം ഉന്നയിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് ബെഞ്ചിന് നേതൃത്വം നൽകിയ ജസ്റ്റിസ് ദിബാങ്കർ ദത്ത പറഞ്ഞത്. രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് ഇത്തരം ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉന്നയിക്കുന്നതെന്നും പാർലമെന്റിൽ അദ്ദേഹത്തിന് ഇക്കാര്യങ്ങൾ ഉന്നയിച്ചുകൂടെ എന്നും കോടതി ചോദിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി ആയിരുന്നു ഹാജരായിരുന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ ഗാൽവൻ സംഘർഷത്തിൻ്റെ സമയത്ത് ഈ ഇന്ത്യയുടെ 20 സൈനികരെ ഈ ചൈനീസ് സൈനികർ മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. അത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഒരു യഥാർത്ഥ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം അത് ഉന്നയിച്ചതെന്നാണ് അഭിഷേക് മനു സിംഗ്വി മറുപടിയായി നൽകുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും കോടതി ഇന്ന് ഈ രാഹുൽ ഗാന്ധിക്ക് അയച്ച സമൻസിലെ, അതായത് ലക്നൗവിലെ കോടതി അയച്ച സമൻസ് കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്, സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഈ കേസിലെ എതിർകക്ഷികൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നോട്ടീസൊക്കെ അയച്ചുവെങ്കിലും നിശ്ചിതമായ വിമർശനമാണ് രാഹുൽ ഗാന്ധിക്ക് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഈ വിഷയത്തിൽ നേരിടേണ്ടി വന്നതെന്ന കാര്യത്തിൽ വിലയിരുത്തൽ യാതൊരു തർക്കവുമില്ല, അല്ലെങ്കിൽ എന്നതാണ് ഒരു യാഥാർത്ഥ്യം.